റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭേദഗതികളാണ് പഠിക്കുന്നത്. ധാരാളം ഭേദഗതികൾ ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭേദഗതികൾ നമുക്ക് നോക്കാം. അതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ എന്താ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിൽ ധാരാളം വകുപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഏതെങ്കിലും വകുപ്പ് റദ്ദാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഴുതി ചേർക്കുക, എന്തെങ്കിലും മാറ്റം വരുത്തുക, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭേദഗതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഭേദഗതി ഭരണഘടനയുടെ പാർട്ട് 20 കാണപ്പെടുന്നത്. ഭാഗം 20 ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഭേദഗതിയെ കുറിച്ച് വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആർട്ടിക്കിൾ പഠിച്ചപ്പോൾ പഠിച്ചു, ആർട്ടിക്കിൾ 368 ഇതിനെ കുറിച്ച് പറയുന്നത്, ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഇത്തരം ഭേദഗതി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭേദഗതി എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികൾ നോക്കിയാലോ? നോക്കൂ. അപ്പോ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1956 അപ്പൊ 1956 നിലവിൽ വന്ന 7ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ കുറിച്ച് പറയുന്നു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ കുറിച്ച് പറയുന്നു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ കുറിച്ച് പറയുന്ന ഭേദഗതിയാണ് 7ാം ഭേദഗതി. നിലവിൽ വന്ന വർഷം 1956 ആണ്. 1956 നമ്മൾ കേരള സംസ്ഥാനമൊക്കെ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ 56 7ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തിനെ കുറിച്ച് പറയുന്നു? ഭാഷാടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അടുത്തത് 26ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1971 1971 ഒരു അമെൻമെന്റ് പാസ്സാക്കുകയാണ്. 26ാം ഭരണഘടനാ ഭേദഗതി എന്നാണ് അറിയപ്പെടുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ മുൻപ് നാട്ടുരാജ്യങ്ങളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പൊ ആ നാട്ടുരാജ്യക്കന്മാർക്ക് ചെറിയൊരു ഓണററിയം അല്ലെങ്കിൽ പെൻഷൻ ഒക്കെ പോലെ തന്നെ പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കൊടുത്തിരുന്നു, ഒരു തുക കൊടുത്തിരുന്നു. ആ പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഈ സംഭവം നിർത്തലാക്കിയതാണ് ഏതില്? 26ാമത്തെ അമെൻമെന്റിൽ കേട്ടോ. അപ്പൊ നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1971 26ാം ഭരണഘടനാ ഭേദഗതി. ഇനിയോ ഇത് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നെക്സ്റ്റ് വൺ 1972 നിലവിൽ വന്ന 29ാം ഭരണഘടനാ ഭേദഗതി. 1972 നിലവിൽ വന്ന 29ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് കേരള ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ചാണ്. കേരള ഭൂപരിഷ്കരണ നിയമം 9ാമത്തെ ഷെഡ്യൂളിൽ എഴുതി ചേർത്തത് 1972 29ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കേരള ഭൂപരിഷ്കരണ നിയമം 9ാമത്തെ ഷെഡ്യൂളിൽ എഴുതി ചേർത്തത് 1972 29ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് വൺ 42ാം ഭരണഘടനാ ഭേദഗതി 1976 നമ്മൾ പഠിച്ചതാണത്. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. ആമുഖത്തിൽ ഒരു തിരുത്തം, 3 വേർഡുകൾ ആമുഖത്തിൽ ആഡ് ചെയ്തു, അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആമുഖം പഠിച്ചപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവര് ആമുഖത്തിന്റെ ക്ലാസ് കാണാം. കൂടാതെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആമുഖത്തിലെ തിരുത്തും വന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് നോക്കൂ. 1978 നിലവിൽ വന്ന 44ാം ഭരണഘടനാ ഭേദഗതി. 1978 നിലവിൽ വന്ന 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാകുകയും അതൊരു ലീഗൽ റൈറ്റ് ആയി മാറുകയും ചെയ്തു. സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാകുകയും പിന്നെ അത് എന്തായി മാറി എന്ന് ചോദിക്കാം, അതൊരു ലീഗൽ റൈറ്റ് ആയി മാറുകയും ചെയ്തു. ഇതിനെക്കുറിച്ചും നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ ക്ലാസ് കാണണം.
നെക്സ്റ്റ് വൺ 1985 നിലവിൽ വന്നത് 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1985 നിലവിൽ വന്നത് 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച് പറയുന്നു. എന്താണ് കൂറുമാറ്റ നിരോധന നിയമം? ഒന്നുകൂടെ പറയുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനയെ കുറിച്ച് പറയുന്നത് 1956 നിലവിൽ വന്ന 7ാം ഭരണഘടനാ ഭേദഗതി. നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയത് 1971 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. കേരള ഭൂപരിഷ്കരണ നിയമം 9ാമത്തെ ഷെഡ്യൂളിൽ എഴുതി ചേർത്തത് 1972 29ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ആമുഖത്തിലെ തിരുത്തും കൂടാതെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ എഴുതി ചേർത്തതും 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് വൺ സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാകുകയും അതൊരു ലീഗൽ റൈറ്റ് ആയി മാത്രം മാറുകയും ചെയ്തത് 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. നെക്സ്റ്റ് വൺ 1985 നിലവിൽ വന്ന 52ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തെ കുറിച്ച്. നെക്സ്റ്റ് വൺ 1988 നിലവിൽ വന്ന 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സമ്മതിദാന അവകാശം 21 നിന്ന് 18 കുറച്ചു. സമ്മതിദാന അവകാശം 21 നിന്ന് 18 കുറച്ച അമെൻമെന്റ് ഏതാണ്? 1988 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. നെക്സ്റ്റ് വൺ 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയി. ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയി ഡൽഹി മാറിയത് 1991 69ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. നെക്സ്റ്റ് വൺ 1993 നിലവിൽ വന്ന 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനയ്ക്ക് അംഗീകാരം. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടന അംഗീകാരം കിട്ടി. 1993 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ അംഗീകാരം ലഭിച്ചു. നെക്സ്റ്റ് വൺ 1993 തന്നെ നിലവിൽ വന്ന 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മുനിസിപ്പാലിറ്റി സംവിധാനത്തിനും ഭരണഘടനയുടെ അംഗീകാരം ലഭിച്ചു. അപ്പോ പഞ്ചായത്തി രാജും മുനിസിപ്പാലിറ്റിയും 93 തന്നെ 73 74 ഭേദഗതികൾ. ആദ്യം പഞ്ചായത്തി രാജ്, രണ്ടാമത് മുനിസിപ്പാലിറ്റി. നെക്സ്റ്റ് വൺ 86ാം ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതും 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ? 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു 2002. മുനിസിപ്പാലിറ്റി സംവിധാനത്തിന് ഭരണഘടന അംഗീകാരം കൊടുത്തത് 93 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ അംഗീകാരം നൽകിയത് 93 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയായി മാറിയത് 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഇനി സമ്മതിദാനാവകാശം 21 നിന്ന് 18 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്ത് ഭേദഗതി വരുത്തിയത് 1988 അത് നിലവിൽ വന്നത്. ഇനി 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് ഭേദഗതി കൂടി നോക്കാം. നമുക്ക് നോക്കൂ. 100ാമത്തെ ഭരണഘടനാ ഭേദഗതി 2015 നിലവിൽ വന്ന 100ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് അതിർത്തി ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2015 നിലവിൽ വന്ന 100ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2015 നിലവിൽ വന്ന 100ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താണ്? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടി.
അടുത്തത് 2017 നിലവിൽ വന്ന 101 ഭരണഘടനാ ഭേദഗതിയിലൂടെ വളരെ പ്രധാനം ട്ടോ. 2017 നിലവിൽ വന്ന 101 ഭരണഘടനാ ഭേദഗതിയിലൂടെ GST ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. GST ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 2017 നിലവിൽ വന്ന 101 ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് വൺ, 2018 നിലവിൽ വന്ന 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. 2018 നിലവിൽ വന്ന 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. നെക്സ്റ്റ് വൺ, 2019 നിലവിൽ വന്ന 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2019 നിലവിൽ വന്ന 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയത് 2019 നിലവിൽ വന്ന 103 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് വൺ, 2021 നിലവിൽ വന്ന 105 ഭരണഘടനാ ഭേദഗതിയിലൂടെ 2021 നിലവിൽ വന്ന 105 ഭരണഘടനാ ഭേദഗതിയിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസംഘടിപ്പിച്ചു. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ഓരോരോ സംസ്ഥാനങ്ങൾക്കുമുള്ള അവകാശത്തെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി 2021 നിലവിൽ വന്ന 105 ഭരണഘടനാ ഭേദഗതിയാണ്. ക്ലിയർ ആയോ? ഒന്നും കൂടെ, 100ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു 2015. എന്താ കാര്യം? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി. അടുത്തത് 101 ഭരണഘടനാ ഭേദഗതി 2017 നിലവിൽ വന്നു. GST ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതി 2018 നിലവിൽ വന്നു. ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. 2019 നിലവിൽ വന്ന 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. നെക്സ്റ്റ് വൺ, 2021 നിലവിൽ വന്ന 105 ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളുടെ അവകാശത്തെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നിയമം വന്നു. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അമെൻമെന്റ്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഭേദഗതികൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പതിയും ഇത്രയെങ്കിലും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. അപ്പൊ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസം 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.